ചെന്നൈ ക്രിക്കറ്റ് ടെസ്റ്റിൽ ബംഗ്ലാദേശിനെതിരെ ഒന്നാം ഇന്നിംഗ്സിൽ കൂറ്റൻ സ്കോർ ലക്ഷ്യമിട്ട് ഇന്ത്യ ഇന്നിറങ്ങും. രണ്ടാം ദിവസം 6-339 എന്ന നിലയിൽ ഇന്ത്യ ബാറ്റിംഗ് ആരംഭിക്കും. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവ് തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ് അനിൽ വാസുദേവ്, പറയൂ. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ഇന്നലെ രാവിലെ ആദ്യം ഒരു പതർച്ചയ്ക്ക് ശേഷം ഇന്ത്യ ശക്തമായി തിരിച്ചെത്തിയിരിക്കുകയാണ്. ബംഗ്ലാദേശിനെതിരായ ആദ്യ ടെസ്റ്റിൽ ചെന്നൈ ചെപ്പോക്കിൽ നടക്കുന്ന മത്സരത്തിന്റെ രണ്ടാം ദിനം അല്പസമയത്തിനകം 9:30-ക്കാണ് ആരംഭിക്കുക. ഇന്ത്യ നിലവിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 339 എന്ന നിലയിലാണ്. 102 റൺസുമായി അശ്വിനും ഒപ്പം തന്നെ 86 റൺസുമായി രവീന്ദ്ര ജഡേജയുമാണ് ക്രീസിൽ. 7ാം വിക്കറ്റിൽ ഇരുവരും ചേർന്ന് ഇതുവരെ 195 റൺസിന്റെ കൂട്ടുകെട്ടാണ് ഇന്ത്യക്ക് സമ്മാനിച്ചത്. ആദ്യഘട്ടത്തിൽ ഇന്ത്യ 3 വിക്കറ്റ് നഷ്ടത്തിൽ 34-3 എന്ന തരത്തിൽ പതറിയതാണ്. അവിടെ നിന്നാണ് യശസ്വി ജയ്സ്വാളും ഋഷഭ് പന്തും ആദ്യം ഒരു ചെറിയ തരത്തിൽ പൊരുതുന്നു. അതിനുശേഷം ഇന്ത്യയുടെ മികച്ച 2 ഓൾറൗണ്ടേഴ്സായിട്ടുള്ള 2 താരങ്ങൾ ഒത്തുചേർന്നതോടെ മത്സരം ഇന്ത്യയുടെ വരുതിക്ക് വരുന്ന കാഴ്ചയാണ് കണ്ടത്. ഇന്ത്യ ഇന്ന് ലക്ഷ്യമിടുന്നത് 450-ന് മുകളിലുള്ള ഒരു സ്കോറായിരിക്കും. എന്തായാലും വലിയൊരു സ്കോറിലേക്ക് പോയതിനു ശേഷം എളുപ്പം തന്നെ ബംഗ്ലാദേശിനെ എറിഞ്ഞിട്ട് ഒരുപക്ഷെ ഒരു ഇന്നിങ്സ് ജയത്തിലേക്ക് വരെ ഇന്ത്യ ലക്ഷ്യം വെക്കുന്നുണ്ട്. നിലവിൽ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ ആ ഒരു സർക്കിളിൽ ഇന്ത്യ 1-ാം സ്ഥാനത്ത് തുടരുകയാണ്. 10 ടെസ്റ്റാണ് ഈ ടെസ്റ്റ് അടക്കം ഇന്ത്യക്ക് അവശേഷിക്കുന്നത്. അതിൽ 5 ടെസ്റ്റിൽ ജയിച്ചാൽ ഇന്ത്യക്ക് തുടർച്ചയായ 3-ാം തവണയും ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഫൈനലിലെത്താം. എന്തായാലും ഇന്ത്യ ഇപ്പോൾ വീണ്ടും ഡ്രൈവിംഗ് സീറ്റിലേക്ക് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എസ് കെ. അതുപോലെ അനിൽ വാസു, ഈ ദുലീപ് ട്രോഫി ക്രിക്കറ്റിൽ സെഞ്ചുറിയെ ലക്ഷ്യമിട്ടുന്ന സഞ്ജു സാംസൺ ഇറങ്ങുന്നുണ്ടല്ലോ. അപ്പോൾ വലിയ പ്രതീക്ഷയാണ് സഞ്ജുവിലെ ആൾക്കാർ വയ്ക്കുന്നത്. എന്താണ് അതിന്റെ വാർത്തകൾ? തീർച്ചയായും സഞ്ജു സാംസണിൽ വലിയ പ്രതീക്ഷയാണ് നമുക്ക് മലയാളികൾക്കൊക്കെ തന്നെയുള്ളത്. സമീപകാലത്ത് ഇന്ത്യ 2020 ലോകകപ്പ് നേടിയപ്പോൾ ആ ടീമിലൊക്കെ തന്നെ സഞ്ജു ഭാഗമായിരുന്നു. പക്ഷേ സഞ്ജുവിന് അവസരം കിട്ടിയില്ല. ഏതാണ്ട് 10 വർഷത്തോളമായി ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ സർക്കിളിൽ ഉണ്ടെങ്കിൽ പോലും ടീമിൽ സ്ഥിരമാവാൻ സഞ്ജുവിനായിട്ടില്ല. പക്ഷേ അതിലേക്കൊക്കെ സാധിക്കുന്ന തരത്തിലുള്ള ഒരു ഇന്നിങ്സാണ് ഇപ്പോൾ സഞ്ജു ദിലീപ് ട്രോഫിയിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. 83 പന്തിൽ 89 റൺസുമായാണ് ഇന്ത്യ ഡിയുടെ താരമായ സഞ്ജു ക്രീസിലുള്ളത്. അതിവേഗം സഞ്ജു സ്കോർ ചെയ്യുന്ന കാഴ്ചയാണ് ഇന്നലെ കണ്ടത്. 10 4 3 6 ഉൾപ്പെടെയാണ് സഞ്ജുവിൻ്റെ 89 റൺസ്. സഞ്ജു ഇന്ന് സെഞ്ചുറിയിലേക്ക് എത്തുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇന്ത്യൻ ടെസ്റ്റ് ടീമിലേക്ക് കൂടി സഞ്ജു ലക്ഷ്യം വെച്ചുള്ള ഒരു കളി തന്നെയാണ് കളിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ബംഗ്ലാദേശിനെതിരായുള്ള 2020 പരമ്പരയ്ക്കുള്ള ടീമിനെയും വൈകാതെ തന്നെ പ്രഖ്യാപിക്കും. സഞ്ജു ആ ടീമിൽ ഉണ്ടാവുമെന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. സഞ്ജു വൈകാതെ തന്നെ ഏകദിന ടീമിലും അതുപോലെ തന്നെ ടെസ്റ്റ് ടീമിലേക്കും കൂടി പരിഗണിക്കപ്പെടുന്ന തരത്തിൽ സഞ്ജുവിന് ഇന്നിങ്സ് ബിൽഡ് ചെയ്യാൻ സാധിക്കുമെന്നും നമ്മൾ പ്രതീക്ഷ വയ്ക്കുന്നു. എസ് കെ. ഓക്കെ, താങ്ക് യു അനിൽ വാസുദേവ്.